ഹായ് ഫ്രണ്ട്സ്, നാം സ്ക്രീനർ എന്നുള്ള സൈറ്റിൽ ബാങ്കിങ് ആൻഡ് ഫൈനാൻസ് സെഗ്മെൻറ്റിലുള്ള സ്റ്റോക്കുകളെ തിരഞ്ഞു പോയാൽ അതിൽ പ്രധാനമായിട്ട് നമുക്ക് 3 സെഗ്മെൻറ്റിലായിട്ട് സ്റ്റോക്കുകളെ ഡിവൈഡായിട്ട് കാണാൻ കഴിയും. ഒന്ന് പ്രധാനപ്പെട്ടത് പ്രൈവറ്റ് ബാങ്കുകളാണ്. HDFC, അതുപോലെ കൊടാക് ബാങ്ക്, അതുപോലെ ആക്സിസ് ബാങ്ക് പോലെയുള്ള പ്രൈവറ്റ് ബാങ്കുകൾ. മറ്റൊന്ന് PSU ബാങ്കുകളാണ്. നമ്മുടെ SBI, അതേപോലെ പഞ്ചാബ് നാഷണൽ ബാങ്ക്, കാനറ ബാങ്ക് പോലെയുള്ള PSU ബാങ്കുകൾ. ഇത് കൂടാതെ നമുക്ക് കാണാവുന്ന മൂന്നാമതൊരു വിഭാഗമാണ് നോൺ ബാങ്കിങ് ഫിനാൻസ് അഥവാ NBFC എന്നുള്ള ഒരു സെഗ്മെൻറ്റ്. അപ്പോൾ ഈ സ്റ്റോക്ക് മാർക്കറ്റ് ലിസ്റ്റ് ചെയ്ത മൊത്തം ബാങ്കുകളുടെ എണ്ണം എടുത്താൽ അത് PSU ബാങ്കുകളും പ്രൈവറ്റ് ബാങ്കുകളും സ്മോൾ ഫിനാൻസ് ബാങ്കുകളും അടക്കമുള്ള എല്ലാ ബാങ്കുകളുടെയും ടോട്ടൽ എണ്ണം എടുത്താൽ നമുക്ക് 41 ബാങ്കിങ് സ്റ്റോക്കുകളാണ് ഈ മൊത്തം സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്തതായിട്ട് കാണാൻ കഴിയുക. എന്നാൽ NBFC എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം 515-ലധികം കമ്പനികൾ നോൺ ബാങ്കിങ് ഫിനാൻസ് കമ്പനികളായിട്ട് ലിസ്റ്റ് ചെയ്തതായിട്ട് കാണാം. ഇങ്ങനെയുള്ള പ്രൈവറ്റ് ഫിനാൻസ് കമ്പനികളെ ലിസ്റ്റ് ചെയ്ത് തന്നെ ഇത്രയധികം എണ്ണം ഉണ്ടെങ്കിൽ ലിസ്റ്റ് ചെയ്യപ്പെടാത്ത ആ ഒരു ഫൈനാൻസ് കമ്പനികളുടെ എണ്ണം നിങ്ങൾ ഇമാജിൻ ചെയ്യുന്നതിനും അപ്പുറമായിരിക്കും, എത്രയോ മടങ്ങായിരിക്കും അത്. അപ്പോൾ ഈ ലിസ്റ്റ് ചെയ്ത കമ്പനികളിൽ തന്നെ നമ്മൾ 100-ലധികം സ്റ്റോക്കുകൾ കാണാൻ കഴിയുന്നത് അതിൻ്റെ മാർക്കറ്റ് ക്യാപ്പ് 10 കോടി ആ ഒരു റേഞ്ചിൽ അല്ലെങ്കിൽ അതിലും താഴെയാണ്. അപ്പോൾ 10 കോടി മാത്രം മാർക്കറ്റ് ക്യാപ്പുള്ള ഇത്രമാത്രം ചെറിയ കമ്പനികളാണ് ഇങ്ങനെ ഈ ലിസ്റ്റ് ചെയ്യപ്പെട്ടുകൊണ്ട് 500-ലധികം ഈ നോൺ ബാങ്കിങ് ഫിനാൻസ് കമ്പനികൾ നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. അപ്പോൾ ഇതിൽ തന്നെ പകുതിയിലധികം സ്റ്റോക്ക്, അതായത് ഈ 515-ൽ പകുതിയിലധികം സ്റ്റോക്കുകളും ഒരു പെന്നി സ്റ്റോക്കിൻ്റെ ആ ഒരു ലെവലിൽ, അല്ലെങ്കിൽ 10 രൂപ, 1 രൂപ, 2 രൂപ, 20 രൂപ ആ ഒരു റേഞ്ചിൽ ട്രേഡ് ചെയ്യുന്ന പെന്നി സ്റ്റോക്ക് നിലവാരത്തിലുള്ള സ്റ്റോക്കുകളാണ്. അപ്പോൾ ഇങ്ങനെ കൂണുപോലെ കുതിച്ചു കയറുന്ന പ്രൈവറ്റ് ഫിനാൻസ് കമ്പനികളെ നിയന്ത്രിക്കേണ്ടത് സ്വാഭാവികമായിട്ടും സർക്കാരിൻ്റെ ബാധ്യതയാണ്. അപ്പോൾ ഇവരുമായി ഇടപാട് നടത്തുന്ന കൺസ്യൂമേഴ്സിൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കേണ്ട ബാധ്യത സർക്കാരിനുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരം കമ്പനികളിൽ എപ്പോഴും റിസർവ് ബാങ്കിൻ്റെ ഇടയ്ക്കിടെയുള്ള റൈഡുകളും നിരീക്ഷണങ്ങളും ഒക്കെ ഉണ്ടാകാറുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇതേപോലെ വാർത്തകളിൽ വന്ന 2 NBFCകളെ കുറിച്ചാണ്, 2 നോൺ ബാങ്കിങ് കമ്പനികളെ കുറിച്ചാണ് ഈ വീഡിയോയിൽ പരാമർശിക്കുന്നത്. R4iയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഫൈനാൻസ് കമ്പനികളെ മാർക്കറ്റ് ക്യാപ്പിൻ്റെ ആ ഒരു അടിസ്ഥാനത്തിൽ ലിസ്റ്റ് ചെയ്താൽ നമുക്ക് 50-ൽ ടോപ്പ് 50 കമ്പനികളിൽപ്പെട്ട ഒരു കമ്പനിയാണ് IIFL എന്ന് പറയുന്ന കമ്പനി. അപ്പോൾ ഇതിൻ്റെ ഫുൾ ഫോം ഇന്ത്യ ഇൻഫോലൈൻ ലിമിറ്റഡ് എന്ന് പറയുന്ന ആ ഒരു പേരിലാണ് ഈ കമ്പനി അറിയപ്പെടുന്നത്. അപ്പോൾ ഇതിൻ്റെ ഓൾ ടൈം പെർഫോമൻസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ Nifty 50 ഇൻഡെക്സുമായി നമ്മളൊന്ന് കമ്പയർ ചെയ്ത് നോക്കിയാൽ നിഫ്റ്റിയേക്കാൾ ഇരട്ടി റിട്ടേൺ ആണ് ഇതിൻ്റെ ഓൾ ടൈം ചാർട്ട് നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയുക. കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ ഇതിൻ്റെ പ്രൈസ് 704 രൂപ വരെ പോയിരുന്നു. ആ ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ഈ സ്റ്റോക്ക് ഇപ്പോൾ 45% കറക്റ്റ് ചെയ്തുകൊണ്ട് വലിയൊരു ക്രാഷിലാണ് ഈ സ്റ്റോക്ക് നിൽക്കുന്നത്. ഇപ്പോൾ ലോവർ സർക്യൂട്ടിൽ നിൽക്കുകയാണ് ഈ സ്റ്റോക്ക്. അപ്പോൾ കഴിഞ്ഞ ഒരു ലാസ്റ്റ് ട്രേഡിംഗ് സെഷനിൽ 20% ക്രാഷ് ഒറ്റ ദിവസം കൊണ്ട് ഈ സ്റ്റോക്കിൽ സംഭവിച്ചു. അപ്പോൾ ഇങ്ങനെ സംഭവിക്കാൻ കാരണമുണ്ടായിരുന്നു. കാരണം RBI ഇവരുടെ ഗോൾഡ് ലോൺ നൽകുന്ന ആ ഒരു പരിപാടി നിർത്തിവെക്കാൻ ആവശ്യപ്പെട്ടതാണ് ഈ സ്റ്റോക്കിൽ ഇങ്ങനെ ഒരു വമ്പിച്ച ക്രാഷ് സംഭവിക്കാൻ കാരണം. അപ്പോൾ ബോംബെ ബേസ്ഡ് ആയിട്ടുള്ള, ബോംബെയിൽ ഹെഡ് ക്വാർട്ടർ ആയിട്ടുള്ള ഒരു കമ്പനിയാണ് ഈ IIFL. ഇതിൻ്റെ MD എന്ന് പറയുന്നത് മിസ്റ്റർ നിർമ്മൽ ജൈൻ എന്ന് പറയുന്ന ഒരു ഫൈനാൻഷ്യൽ കോൺഗ്ലോമറേറ്റ് ബിസിനസ് ഗ്രൂപ്പിൻ്റെ തലവനാണ് ഇതിൻ്റെ IIFLൻ്റെ MD. അപ്പോൾ 14,000 മാർക്കറ്റ് ക്യാപ്പുള്ള ഈ കമ്പനിക്ക് ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം 2,700-ഓളം ബ്രാഞ്ചുകളും 21,000-ലധികം എംപ്ലോയീസുമുണ്ട്. ഇവരുടെ പ്രധാനപ്പെട്ട വരുമാന മാർഗ്ഗം ഹോം ലോൺ നൽകുന്നതിലൂടെ കിട്ടുന്ന 34% ഇവർ റവന്യൂ ഹോം ലോൺ എന്നുള്ള ആ ഒരു സെഗ്മെൻറ്റിൽ നിന്നാണ്. അതുപോലെ ഗോൾഡ് ലോൺ 31% ഇവർ റവന്യൂ വരുന്നത് ഗോൾഡ് ലോണിൽ നിന്നാണ്. പിന്നെ ബിസിനസ് ലോണിൽ നിന്ന് 16%, മൈക്രോ ഫൈനാൻസിൽ നിന്ന് 10%, അതുപോലെ കൺസ്ട്രക്ഷൻ ആൻഡ് റിയൽ എസ്റ്റേറ്റിൽ നിന്ന് ഏകദേശം 7%, അതേപോലെ ക്യാപിറ്റൽ മാർക്കറ്റ് ഫിനാൻസിൽ നിന്ന് ഏകദേശം 2%. അപ്പോൾ ഇപ്പോൾ വന്നിട്ടുള്ള വാർത്ത പ്രധാനമായിട്ടും ഗോൾഡ് ലോൺ ബേസ്ഡ് ആയിട്ടുള്ള ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളൊരു വാർത്തയാണ്. അതായത് നമുക്കറിയാം, ഒരാൾ സ്വർണം പണയം വെച്ചാൽ അത് നമ്മൾ അവരുടെ കമ്പനിയുടെ റെക്കോർഡ് ബുക്കിൽ അതിൻ്റെ വെയിറ്റ് രേഖപ്പെടുത്തും, ഇത്ര വെയിറ്റ് ഉണ്ട് എന്നുള്ളത്. എന്നിട്ട് ഇയാൾക്ക് അതിന് എഗെയിൻസ്റ്റാണ് ഇവർ ലോൺ കൊടുക്കുന്നത്. ഈ ലോൺ ഡിഫോൾട്ട് ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഈ സ്വർണം ഇവർ ഓപ്ഷന് വിൽക്കുകയാണല്ലോ ചെയ്യുക.
അപ്പോൾ ഈ ഓപ്ഷന് വിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇയാൾ വെച്ചപ്പോഴുള്ള സ്വർണത്തിൻ്റെ വെയിറ്റ് എന്താണോ ആ വെയിറ്റ് ആയിരിക്കുമല്ലോ ഓപ്ഷൻ്റെ സമയത്ത് ഉണ്ടാവേണ്ടത്. എന്നാൽ ഇവർ കസ്റ്റമർ വെച്ചിട്ടുള്ള വെയിറ്റ് അല്ല അത് ഇത് ഓപ്ഷന് വിൽക്കുമ്പോൾ വെച്ചിട്ടുള്ള വെയിറ്റ്, ആ വെയിറ്റിലുള്ള ഒരു ഡീവിയേഷൻ അത് RBI കണ്ടെത്തി. അപ്പോൾ ഇത് 1-2 ലോൺ അക്കൗണ്ടിൽ മാത്രമല്ല വ്യാപകമായിട്ട് ഈ ഒരു ക്രമക്കേട് നടന്നതായിട്ട് അവർക്ക് കാണാൻ കഴിഞ്ഞു. ഇത് കൂടാതെ ഗോൾഡിൻ്റെ പ്യൂരിറ്റിയുമായി ബന്ധപ്പെട്ടിട്ടും പ്രശ്നങ്ങളുണ്ടായിരുന്നു. നമുക്കറിയാം ഗോൾഡിൽ 18 ക്യാരറ്റ് ഉണ്ട്, 20 ക്യാരറ്റ് ഉണ്ട്, 22 ക്യാരറ്റ് ഉണ്ട്, പല ക്യാരറ്റുകളിലും ഗോൾഡ് ലഭ്യമാണ്. അപ്പോൾ ഈ സ്വർണം ഗോൾഡ് ലോൺ വെക്കുമ്പോൾ അതിന് വേണ്ട കൃത്യമായ ഗൈഡ് ലൈൻസ് RBI ഗൈഡ് ലൈൻസ് ഉണ്ട്, എത്ര ക്യാരറ്റ് വേണമെന്നതൊക്കെ. അപ്പോൾ അതും അത്തരം നിയന്ത്രണങ്ങളൊന്നും പാലിച്ചിട്ടില്ല എന്നും ഇവർ കണ്ടെത്തുകയുണ്ടായി. ഇത് കൂടാതെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം RBI കണ്ടെത്തിയത്, ഇവർ ജാമ്യം നൽകുന്ന വസ്തു, അതിപ്പോൾ ഗോൾഡ് ആവട്ടെ അല്ലെങ്കിൽ ലാൻഡ് ആവട്ടെ എന്തോ ആവട്ടെ, അതിൻ്റെ ഒരു മാർക്കറ്റ് വാല്യൂവിൻ്റെ 80% ലോൺ കൊടുക്കുന്നതെങ്കിൽ അത് ആയിരിക്കണം കൊടുക്കേണ്ടത്, അതിൽ കൂടുതൽ കൊടുക്കാൻ പാടില്ല. പക്ഷെ ഇവർ ആ ഒരു നിയമവും ലംഘിച്ചതായിട്ട് ഇവർക്ക് കണ്ടെത്താൻ പറ്റി. അപ്പോൾ ഇത് സ്വാഭാവികമായിട്ടും കൂടുതൽ ഇൻവെസ്റ്റിഗേഷനിലേക്ക് നയിക്കുമെന്നും അത് കാരണം ഈ കൂടുതൽ കണ്ടെത്തലുകൾ ഉണ്ടായേക്കാമെന്നും അങ്ങനെ ഈ സ്റ്റോക്കിൽ വലിയൊരു ക്രാഷ് സംഭവിക്കാമെന്നും ഭയന്നുകൊണ്ട് ഇൻവെസ്റ്റേഴ്സ് ഈ ഒരു വാർത്ത വന്നതോടുകൂടി വ്യാപകമായിട്ട് പാനിക്കായിട്ട് സെല് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ സ്റ്റോക്കിൽ ഈ വലിയൊരു ഇപ്പോൾ ഉണ്ടായിട്ടത്. കഴിഞ്ഞ 5 ട്രേഡിംഗ് സെഷനിൽ ഏകദേശം 40-45% കറക്ഷനാണ് ഉണ്ടായിട്ടുള്ളത്. ഇതേപോലെ മറ്റൊരു കമ്പനിയും RBIയുടെ റഡാറിൽ വന്നിരിക്കുകയാണ്. അതിൻ്റെ പേര് JM ഫൈനാൻഷ്യൽ ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയാണ്. ഈ കമ്പനി ബോംബെ ബേസ്ഡ് ആയിട്ടുള്ള കമ്പനിയാണ്. ഇതും ഒരു പ്രധാനപ്പെട്ട ഒരു ഫൈനാൻഷ്യൽ സർവീസസ് ഗ്രൂപ്പാണ്. അതായത് നിമേഷ് കമ്പാനി എന്ന് പറയുന്ന ഇന്ത്യയിലെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്കറായിട്ടുള്ള ഇദ്ദേഹം ഇന്ത്യയിലെ റിച്ചസ്റ്റ് ആളുകളുടെ ലിസ്റ്റിൽ ഒരു പ്രാവശ്യം 86ാം സ്ഥാനത്തുണ്ടായിരുന്ന വ്യക്തിയാണ്. അപ്പോൾ ഇദ്ദേഹം ചെയർമാനായിട്ടുള്ള ഗ്രൂപ്പാണ് JM ഫൈനാൻഷ്യൽ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്. അപ്പം 7753 കോടി മാർക്കറ്റ് ക്യാപ്പുള്ള JM ഫൈനാൻഷ്യൽസിൻ്റെ ഫൈനാൻഷ്യൽ ബിസിനസ് IIFൽ നിന്നും ചെറിയ തോതിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ഫൈനാൻഷ്യൽ ബിസിനസ്സാണ് ഇവരുടേത്. കാരണം ഇവരുടെ പ്രധാനപ്പെട്ട വരുമാനം ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്കിങ് എന്ന് പറയുന്ന സെക്ടറിലാണ്. അത് 35% ഇതിലൂടെ വരുന്നത്. അതായത് ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ പണം ഈ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഈക്വിറ്റികളിൽ ഇൻവെസ്റ്റ് ചെയ്യുക, അതേപോലെ പ്രൈവറ്റ് കമ്പനികളുടെ ഷെയറുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുക, അതുപോലെ എന്തെങ്കിലും ഫിക്സഡ് ഇൻകം കിട്ടുന്ന അസറ്റുകളിൽ നിക്ഷേപിക്കുക. ഇതിനൊക്കെ ആളുകളിൽ നിന്ന് ഡെപ്പോസിറ്റ് സ്വീകരിച്ചുകൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ സഹായിക്കുന്ന ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്കിങ് എന്ന് പറയുന്ന സെഗ്മെൻറ്റിൽ നിന്ന് 35% ഇവർക്ക് വരുമാനം വരുന്നത്. പിന്നെ ഇവർ ചെയ്യുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ബിസിനസ് ഈ മോർട്ടഗേജ് വായ്പകളാണ്. അതിലൂടെ 38% റവന്യൂ ഇവർ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഏറ്റവും അധികം വരുമാനം ഇവർ വരുന്നത് ഈ ഒരു മോർട്ടഗേജ് ബിസിനസ്സിൽ നിന്നാണ്. ഇതേപോലെ ഡിസ്ട്രസ്ഡ് ക്രെഡിറ്റ് ആ വിഭാഗത്തിൽ നിന്നും ഇവർ വരുമാനം വരുന്നുണ്ട്. കൂടാതെ AMC ബിസിനസ്സിൽ നിന്നും ഏകദേശം 18% വരുമാനം ഇവർ ഉണ്ടാക്കുന്നത്. AMC ബിസിനസ് ഇവിടെ ഇവർ ചെയ്യുന്നത് ബ്രോക്കിംഗ്, അതുപോലെ മ്യൂച്വൽ ഫണ്ട്, അതുപോലെ പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റ് സർവീസ് പോലെയുള്ള സർവീസ് ചെയ്തുകൊണ്ട് ആളുകളിൽ നിന്നും അവരെ ഇൻവെസ്റ്റ്മെൻറ്റിന് സഹായിക്കുന്ന, അതിലൂടെ കമ്മീഷനും ഫീസൊക്കെ നേടുന്ന ഒരു പരിപാടിയാണ്. അതേപോലെ തന്നെ ഈ ഡിസ്ട്രസ്ഡ് ക്രെഡിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കടക്കെണിയിൽപ്പെട്ട കമ്പനികളെ സഹായിക്കുക. അതേപോലെ ഈ നമ്മൾ സാധാരണ മുടക്കച്ചിട്ടികൾ എന്നൊക്കെ പറയുന്നത് പോലെ ഡെപ്റ്റിൽ പ്രശ്നങ്ങൾ നേരിട്ടുകൊണ്ട് കടക്കണിയിൽപ്പെട്ട് ബുദ്ധിമുട്ടുന്ന ആളുകളെ സഹായിച്ചുകൊണ്ട് അതിൽ പൈസ ഡെപ്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം. ഇതൊക്കെയാണ് ഇവരുടെ പ്രധാനപ്പെട്ട വരുമാന മാർഗം. അപ്പോൾ ഇവർ മോർട്ടഗേജുമായിട്ട് ബന്ധപ്പെട്ട് ഷെയറുകളും ഡിബഞ്ചർ ഇപ്പോൾ എന്ന് പറയുന്നത് നാഷണൽ സേവിങ്സ് സർട്ടിഫിക്കറ്റ് പോലെയുള്ള ഡിബഞ്ചറുകൾ, ബോണ്ടുകൾ, അതുപോലെ ഷെയറുകൾ, ഇതൊക്കെ പണയപ്പെടുത്തിക്കൊണ്ട് ലോൺ നൽകുന്ന പരിപാടി ഇവർ ചെയ്യുന്നുണ്ട്. അത് പ്രധാനമായിട്ടും പലരും IPOകളിൽ ഇൻവെസ്റ്റ് ചെയ്യാനും അതുപോലെ ഡിബഞ്ചർ സബ്സ്ക്രൈബ് ചെയ്യാനും ഒക്കെ ആളുകൾ ഫൈനാൻസ് കണ്ടെത്തുന്നതിന് വേണ്ടി ഇങ്ങനെ സ്റ്റോക്കുകളും ഡിബഞ്ചറും ഒക്കെ പ്രെഡ്ജ് ചെയ്യുന്ന പരിപാടിയുണ്ട്. അപ്പോൾ അതും ഇവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്തരം ട്രാൻസാക്ഷനുകളിൽ വ്യാപകമായ ക്രമക്കേടാണ് ഇപ്പോൾ ഈ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നടത്തിയ റൈഡിലൂടെ കണ്ടെത്തിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി മുതൽ ഇത്തരം ട്രാൻസാക്ഷൻ പൂർണ്ണമായി നിർത്തിവെക്കാനാണ് ഇവരോട് RBI ആവശ്യപ്പെട്ടത്. കാരണം ഇവരുടെ 38% റവന്യൂ ഇങ്ങനെ മോർട്ടഗേജ് ലോണിൽ നിന്നാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഇത് ഇവരുടെ ബിസിനസ്സിനെ കാര്യമായി ബാധിക്കാൻ പോവുകയാണ്. അപ്പോൾ IIFൽ സംഭവിച്ചതുപോലെ തന്നെ ഫർദർ ഇൻവെസ്റ്റിഗേഷനിലൂടെ കൂടുതൽ കണ്ടെത്തലുകൾ ഉണ്ടായാൽ ഈ സ്റ്റോക്കിലും വൻ ക്രാഷ് ഉണ്ടാകുമെന്ന് ഭയന്നാണ് ഇൻവെസ്റ്റേഴ്സ് ഇപ്പോൾ അത് വൻതോതിൽ സെല്ല് ചെയ്തുകൊണ്ട് ഇപ്പോൾ അത് ഈ ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഏകദേശം 19% ക്രാഷ്, അതും ലോവർ സർക്യൂട്ടിലേക്ക് പോകാനുള്ള സാധ്യതയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്.
ഈ സ്റ്റോക്കിൻ്റെ ഒരു പെർഫോമൻസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 6 മാസങ്ങൾക്ക് മുമ്പ് 60 രൂപ റേഞ്ചിൽ ട്രേഡ് ചെയ്ത നല്ലൊരു റാലി നടന്ന ഒരു കമ്പനിയായിരുന്നു. ആ 60 രൂപയിൽ നിന്ന് ഡിസംബർ ജനുവരി മാസങ്ങളിൽ ഇതിൻ്റെ ഹൈ 115 വരെ ടച്ച് ചെയ്തിരുന്നു. അപ്പോൾ ഏകദേശം അവിടെ നിന്ന് ഇപ്പോൾ 40% ക്രാഷാണ് ഈ സ്റ്റോക്കിൽ ഇപ്പോൾ സംഭവിച്ചിട്ടുള്ളത്. അങ്ങനെ ഈ ടോപ്പ് NBFC അതായത് 50 കമ്പനികൾ ഉൾപ്പെടുന്ന 2 പ്രധാനപ്പെട്ട ഈ കമ്പനികളെയാണ് ഇപ്പോൾ RBI പിടിമുറുക്കിയിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായും ഇത് ആ സെക്ടറിൽ വൻതോതിലുള്ള ആശയക്കുഴപ്പം സൃഷ്ടിച്ചിട്ടുണ്ട്. ഇത് സ്വാഭാവികമായിട്ടും മറ്റ് കമ്പനികൾക്കും ചില ഭയാശങ്കകൾ സൃഷ്ടിക്കാൻ കാരണമാവും. കാരണം ഇങ്ങനെയുള്ള ഒരു ലീഡിങ് കമ്പനികളിൽ ഇത്രമാത്രം മാൽ പ്രാക്ടീസ് നടക്കുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ താഴെക്കിടയിലുള്ള കമ്പനികളുടെ അവസ്ഥ ഇതിലും പരിതാപകരമായ സാധ്യതയുണ്ട്. ഇപ്പോൾ നമുക്കറിയാം, ഈ അടുത്താണ് Paytm എന്ന ഫിൻടെക് കമ്പനിയിലും സമാനമായ പ്രശ്നങ്ങൾ RBI കണ്ടെത്തുകയും അവിടെ വലിയ പ്രശ്നങ്ങൾ ആ സ്റ്റോക്കിൽ ഉണ്ടാവുകയും ചെയ്തത്. ഇതേപോലെ കഴിഞ്ഞ വർഷം മണപ്പുറം ഫിനാൻസിൻ്റെ ഒരു ED റെയ്ഡുമായി ബന്ധപ്പെട്ട് ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് മണപ്പുറം ഫിനാൻസിൽ വലിയ ക്രാഷ് സംഭവിച്ചിരുന്നു. അപ്പോൾ NBFC സെക്ടറിലുള്ള മാർക്കറ്റ് ലീഡർ കമ്പനിയായിട്ടുള്ള ഇപ്പോൾ ബജാജ് ഫിനാൻസ് നമ്മൾ എടുത്താൽ തന്നെ കഴിഞ്ഞ 12 മാസങ്ങളിൽ ഏകദേശം 14% കറക്റ്റ് ചെയ്തുകൊണ്ടാണ് ബജാജ് ഫിനാൻസ് നിൽക്കുന്നത്. ബജാജ് ഫിനാൻസ് ആക്ച്വലി ഇൻവെസ്റ്റേഴ്സിൻ്റെ ക്ഷമ പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ജിയോ ഫിനാൻഷ്യൽസിൻ്റെ കടന്നുവരവോടുകൂടി ബജാജ് ഫിനാൻസിൽ വലിയ തോതിലുള്ള ഒരു ആശയക്കുഴപ്പം അതിൽ ഇൻവെസ്റ്റേഴ്സിൽ ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് അതിലൊരു ഗ്രോത്ത് ഇവിടെ ഇപ്പോൾ ഒരു കൺസോളിഡേഷൻ ഫേസിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ NBFC സെഗ്മെൻറ്റിൽ വളരെയധികം പ്രശ്നങ്ങളുള്ളതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇന്ത്യയുടെ അർബൻ റൂറൽ വ്യത്യാസമില്ലാതെ സാധാരണക്കാർ ആശ്രയിക്കുന്ന പ്രധാനപ്പെട്ട കമ്പനികൾ എന്ന് പറയുന്നത് ഇത്തരം കമ്പനികളൊക്കെയാണ്. ഇത്തരം നോൺ ബാങ്കിങ് ഫൈനാൻസ് കമ്പനികളെയാണ്. ബാങ്കുകളുമായി ഡീൽ ചെയ്യുന്നത് വളരെ കുറച്ച് ശതമാനം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ കൂടുതൽ ആളുകൾ, അതുകൊണ്ടാണ് ഇത്രയധികം കമ്പനികൾ നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. അപ്പോൾ ഈ സെക്ടറിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റോക്കുകൾ തിരഞ്ഞെടുക്കുമെന്ന കാര്യം സംശയമില്ല. എന്നാൽ അത് കൂടാതെ മാനേജ്മെൻറ്റിൻ്റെ ക്രെഡിബിലിറ്റി, അവരുടെ പെർഫോമൻസ്, അവരുടെ ഹിസ്റ്ററിയൊക്കെ കൃത്യമായി പരിശോധിച്ചുകൊണ്ട് അവരുടെ കോർപ്പറേറ്റ് ഗവേണൻസ് ഒക്കെ കുറ്റമറ്റതാണെന്ന് ഉറപ്പുവരുത്തിക്കൊണ്ടും ആയിരിക്കണം നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ചെറിയ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനികളിൽ നിന്നും അകലം പാലിക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം നമുക്കറിയാം, ഈ ചെറിയ നമ്മുടെ നാട്ടിൻ പുറത്തുള്ള ചിട്ടിക്കമ്പനികളൊക്കെ എന്തെങ്കിലും ന്യൂസ് വന്നാൽ പിന്നെ 8 നിലയിൽ പൊട്ടുന്നത് നമ്മൾ കാണാറുണ്ട്. അതിൻ്റെ നടത്തിപ്പുകാർ ഉടൻ തന്നെ മുങ്ങുന്നതായിട്ട് നമ്മൾ കാണാറുണ്ട്. അപ്പോൾ NBFC സ്റ്റോക്കുകളിലും ഇത്തരം ചെറിയ സ്റ്റോക്കുകളിലൊക്കെ തകർച്ച വരുമ്പോൾ ദിവസങ്ങൾക്കുള്ളിൽ സ്റ്റോക്ക് വൻ ക്രാഷിലേക്ക് പോകും. നമുക്ക് എക്സിറ്റ് ആകാൻ പറ്റാതെ ലോവർ സർക്യൂട്ട് നമ്മൾ കുടുങ്ങിക്കിടക്കും. അതുകൊണ്ട് തന്നെ ഇത്തരം സ്റ്റോക്കുകൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ, പ്രത്യേകിച്ച് ചെറിയ മാർക്കറ്റ് ക്യാപ്പുള്ള NBFCകളിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ വളരെയധികം സൂക്ഷിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ഡു മോർ റിസർച്ച് ആൻഡ് സ്റ്റഡി ബിഫോർ ഇൻവെസ്റ്റിംഗ്. താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.